ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 91. നീ എന്താ ഇന്ന് കഴിക്കാൻ വരുന്നില്ലേ? പതിവ് സമയമായിട്ടും കഴിക്കാൻ വരാതെ കുറേ നേരം മുറിയിൽ തന്നെ ഇരിക്കുന്നവളോട് അല്പം ഗൗരവത്തിൽ തന്നെയാണ് മഹാദേവൻ ചോദിച്ചത്. അതും തീരെ അവളോട് താല്പര്യമില്ലാത്ത രീതിയിൽ. അത് ഞാൻ ഇന്ന് നേരത്തെ കഴിച്ചു. അവസാനം സാറെന്ന് പറയാനായി നാവിൻ തുമ്പിൽ വന്നിട്ടും അവൾ അതിനെ കടിച്ചു പിടിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. അമർത്തിയൊരു മൂളിച്ച മൂളിയിട്ട് മുറിയിൽ നിന്നും തിരിഞ്ഞു നടക്കുന്നവനെ കണ്ടപ്പോഴാണ് അവൾ ശ്വാസം പോലും നേരെ വിട്ടത്. ഈശ്വരാ, മുത്തശ്ശി പറഞ്ഞതൊക്കെ അനുസരിക്കാൻ എനിക്ക് ശക്തി തരണേ. മഹാദേവൻ പോയ വഴിയെ നോക്കി വൈശാഖി മനസ്സിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ബാഗും എടുത്ത് തോളത്തിട്ടുകൊണ്ട് മെല്ലെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വൈശുക്കൊച്ചേ, ഞാൻ ഇറങ്ങാ, നീ വരുന്നോ? അവൾ ഹാളിലേക്ക് ചെന്നപ്പോഴാണ് ബാലു കോളേജിലേക്ക് പോകുവാനായി ഒരുങ്ങി ഇറങ്ങുന്നത് കണ്ടത്. ഞാനും വരട്ടെ ബാലു? ഹാളിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഒരു മറയുമില്ലാതെ പണിതിരിക്കുന്ന ഡൈനിങ് റൂമിലിരുന്ന് പ്രാതൽ കഴിക്കുന്ന മഹാദേവനെ ഒന്ന് എത്തിക്കൊത്തി നോക്കിയിട്ട് വൈശാഖി രഹസ്യം പോലെ ഭാസ്കരനോട് ചോദിച്ചു, നീ വാടി കൊച്ചേ. അയാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ച് ചേർത്ത് നിർത്തി. എന്തായാലും രണ്ടും ഒരു ക്ലാസ്സിലാണ്. നീ അവളെ കൂടെ കൊണ്ടുപോയിക്കോടാ പാക്കരാ. ഡൈനിങ് റൂമിൽ മഹാദേവനെതിരായി കിടന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് കട്ടം കുടിച്ചുകൊണ്ടിരുന്ന പത്മാവതി അതും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നത്. ഇടയ്ക്ക് തിരിഞ്ഞ് മഹാദേവനെ പാളി നോക്കാനും അവർ മറന്നില്ല. അവളെ ഞാൻ കൊണ്ടുവയ്ക്കോളാം. കഴിക്കുന്നതിനിടയിൽ അവരുടെ സംസാരം മഹാദേവൻ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പൊടുന്നനെ ചാടി കയറി പറഞ്ഞു, നീ ഇവിടെ കഴിച്ചോണ്ടിരിക്കുമല്ലേ? ഇപ്പം തന്നെ സമയം ഒരുപാടായി. ടീച്ചർമാർക്ക് ഇച്ചിരി താമസിച്ചു പോയാലും കുഴപ്പമില്ല. അങ്ങനെയാണോ പിള്ളേർ? നീ പാക്കരൻ്റെ കൂടെ പൊക്കോ വച്ചേ. ആദ്യം മഹാദേവനോടായിട്ടും പിന്നീട് ബാലുവിനോടായിട്ടും പത്മാവതി നിർദ്ദേശിച്ചു. എടാ, ഞാൻ കൊച്ചിനെ കൊണ്ടുപോവാം, നീ പയ്യെ വന്നാൽ മതി. എന്തോ പറയുവാനായ വായ തുറന്ന മഹാദേവനെ അതിനെ സമ്മതിക്കാതെ ഇടയിൽ കയറി പറഞ്ഞു ബാലു. എന്നിട്ട് വൈശാഖിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പം തന്നെ പുറത്തേക്ക് വലിച്ചോണ്ട് പോയി. അച്ഛൻ്റെ പ്രവൃത്തി അവനെ ചൊടിപ്പിച്ചുവെങ്കിലും ദേവൻ ദേഷ്യം കടിച്ചമർത്തി മിണ്ടാതെ ഇരിക്കുകയാണപ്പോൾ ചെയ്തത്. മാത്രമല്ല, തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ പോയി അവളോട് അവന് പരിഭവവും തോന്നി തുടങ്ങിയിരുന്നു. ഒരു ദോശയും കൂടെ തരട്ടേടാ കൊച്ചുമോനെ. മകനും കൊച്ചുമകളും കോളേജിലേക്ക് പോകുന്നത് കണ്ടിട്ട് തിരിച്ച് മഹാദേവൻ്റെ അരികിലേക്ക് വന്ന പത്മാവതി അവനെയൊന്ന് ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് വളരെ നിഷ്കളങ്കതയോടെ ചോദിച്ചു. ദേവൻ അവരെ തുറച്ചു നോക്കിയതല്ലാതെ മറുപടിയൊന്നും കൊടുത്തില്ല. ഷടാ, ഞാനിപ്പോൾ ഇതെന്നാ ചോദിച്ചേനാ നീ ഇങ്ങനെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ? ഒരു ദോശ വേണോന്നല്ലാടാ കൊച്ചുമോനെ നിന്നോട് ഞാൻ ചോദിച്ചത്. അവർ മുഖം പാവം പോലെ വെച്ചിട്ട് കണ്ണുകൾ 5-6 പ്രാവശ്യം ഇറുക്കി അടച്ചു തുറന്നു. മിണ്ടരുത് നിങ്ങൾ. പാത്രത്തിലിരിക്കുന്ന ദോശ മുഴുവനും കളയാതെ കഴിച്ചു തീർത്തിട്ട് എഴുന്നേറ്റവൻ്റെ ചുണ്ടുകൾക്കിടയിൽ നിന്നും അവർക്കായി ഒരു മുഴുനീളൻ വഴക്കായിരുന്നു പുറത്തേക്ക് തെറിച്ചത്. സാമയോ? അതെന്താടാ? എടാ പിശുക്കൻ ചെക്ക, തലമൂത്തൊര ചീത്ത വിളിക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. ഉള്ളിൽ ഊറിച്ചിരിച്ചുകൊണ്ട് പത്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തൽക്കാലം മഹാദേവൻ അത് കേട്ടില്ലെന്ന് നടിച്ചു. കാരണം വൈശാഖി തൻ്റെ കൂടെ വരാതെ അച്ഛൻ്റെ കൂടെ പോയതുകൊണ്ടുള്ള ദേഷ്യവും പിണക്കവും കൊണ്ട് അവൻ മറ്റൊന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കൈ കഴുകി ബാഗും എടുത്തുകൊണ്ട് അവൻ അപ്പോൾ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി. ഈ ചെക്കൻ്റെ തലയ്ക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. ഗേറ്റും കടന്നു പോകുന്ന മഹാദേവൻ്റെ കാറ് നോക്കി അടുത്തു നിന്ന ലക്ഷ്മിയോട് പത്മം ഒരു ചിരിയോടെ പിറുപിറുത്തു. പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് മഹാദേവൻ ധൃതിയിലാണ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നത്. ക്ലാസ് തുടങ്ങാൻ ഇനിയുണ്ട് സമയം. എങ്കിലും ആ ഒരുവളെ കാണാനുള്ള ആർത്തിയോടെയാണ് ചെക്കൻ ഓടിപ്പാഞ്ഞത്. സ്റ്റാഫ് റൂമിലേക്ക് കയറുന്നതിനിടയിൽ 2 സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെച്ചാൽ വൈശാഖിയുടെ ക്ലാസ്സിൻ്റെ വാതിലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സ്റ്റാഫ് റൂമിലേക്ക് കയറാതെ 2 അടി മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് തുറന്നു കിടക്കുന്ന ക്ലാസ് റൂമിൻ്റെ വാതിലിലൂടെ മഹാദേവൻ അകത്തേക്ക് നോക്കി. വൈശാഖി ഇരിക്കുന്ന ഇരിപ്പിടം ശൂന്യമാണെന്ന് കണ്ടതും അതൊന്നുറപ്പിക്കാൻ വേണ്ടി അവൻ വീണ്ടും എത്തിക്കുത്തി ഉള്ളിലേക്ക് തലയിട്ട് നോക്കി. അവളെ അവിടെ കാണാനില്ലായിരുന്നു. കൂട്ടത്തിൽ അച്ഛനെയും. എവിടെ പോയി കാണും രണ്ടും കൂടി? ഒട്ടൊരു ചിന്തയോടെയാണ്
അവൻ സ്റ്റാഫ് റൂമിലേക്ക് തിരിഞ്ഞു നടന്നത്. വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ബെല്ലടിച്ചത്. പോകുവാനായി തയ്യാറായിരുന്നതുപോലെ മഹാദേവൻ അപ്പോൾ തന്നെ ബുക്കും എടുത്തുകൊണ്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ക്ലാസ്സിൽ കയറി ചെന്ന് അവനെ അമ്പരപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ഇതുവരെയായിട്ട് അച്ഛനും വൈശാഖിയും ക്ലാസ്സിൽ വന്നിട്ടില്ല. അവരിയ്ക്കുന്ന സ്ഥലം ഇപ്പോഴും കാലിയാണ്. ഉള്ളിൽ അലയടിക്കുന്ന ചോദ്യങ്ങളെ ഒതുക്കി വെച്ചുകൊണ്ട് അവൻ ക്ലാസ് അറ്റൻഡൻസ് എടുക്കുവാനായി തുടങ്ങി. അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞ് രജിസ്റ്റർ അടിച്ച് ടേബിളിന് മുകളിലിട്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ബുക്ക് എടുക്കുവാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ക്ലാസ്സിന് മുൻപിൽ ആരോ നിൽക്കുന്നതായിട്ട് മഹാദേവന് തോന്നിയത്. അവൻ തല ചരിച്ചു നോക്കിയപ്പോൾ കണ്ടു, ബാഗും കൈ പിടിച്ചുകൊണ്ട് മുഖം കുനിച്ചു നിൽക്കുന്ന വൈശാഖിയെയും ഭാസ്കരനെയും. എന്താണ്? അത്രയും നേരം ഉള്ളിൽ നിയന്ത്രിച്ചു വെച്ച ദേഷ്യം അവനറിയാതെ തന്നെ പൊടുന്നനെ പുറത്തേക്ക് ചാടി. അവൻ്റെ മുഖം കടുക്കുകയും ചെയ്തിരുന്നു. അകത്തേക്ക് കയറിക്കോട്ടെ? ബാലുവാണത് ചോദിച്ചത്. എന്തിന്? മറു ചോദ്യത്തിലുണ്ടായിരുന്ന ദേഷ്യം ക്ലാസ്സിന് പുറത്തു നിൽക്കുന്ന ഇരുവർക്കും ആരും പറയാതെ തന്നെ മനസ്സിലായിരുന്നു. ഇത്തിരി വൈകിപ്പോയി, സോറി സാർ. മകൻ്റെ മുൻപിൽ വളരെ ഭവ്യതയോടെ ബാലു മുഖം കുനിച്ചു നിന്നു. അതിന് ഞാനെന്ത് ചെയ്യണം? വൈകി വരുന്നവരൊക്കെ പുറത്തു നിന്നാൽ മതി. അലറിക്കൊണ്ട് അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി മഹാദേവൻ. നീ വാടി വച്ചേ, കൈയും കാലും ഒക്കെ നല്ലതുപോലെ അനങ്ങിയതല്ലേ. ക്യാൻറ്റീനിൽ പോയി വല്ലതും തിന്നേച്ചും വരാം. വീട്ടിൽ നിന്ന് എല്ലാം ദഹിച്ചു എന്നാ തോന്നുന്നേ. കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചട്ടി മുന്നോട്ടേക്ക് നടക്കുന്ന ബാലുവിന് പിന്നാലെ പോകാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കൊച്ചുമോനെ, ആ കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ അത് വിട്ടേക്കടാ. അതിൻ്റെ കല്യാണം കഴിഞ്ഞെന്നല്ലേ കേട്ടത്? ദീപക്കിനെ അയാൾ ഉപദേശിച്ചു. അതൊക്കെ ചുമ്മാതാ മുത്തശ്ശ, അതെല്ലാം അവരുടെ ഡ്രാമയായിരുന്നു. മുത്തശ്ശിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം ദീപക് അപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. നീ എന്താ ഈ പറയുന്നേ? അയാൾക്ക് കേട്ടത് വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം മുത്തശ്ശ, വൈശാഖിയുടെ കല്യാണം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ദീപക് പല്ല് ഞെരിച്ചുകൊണ്ട് പെറുപെറുത്തു. കല്യാണം കഴിഞ്ഞാലും ഇല്ലേലും ആ കുട്ടിയുടെ ഇഷ്ടവും കൂടെ നോക്കിയിട്ട് മതി ഇനി ഒരു പ്രൊപ്പോസൽ, അയാൾ ഉറപ്പോടെ പറഞ്ഞു. ശരി മുത്തശ്ശ, മുത്തശ്ശൻ പറയുന്നത് പോലെ. എല്ലാം അറിഞ്ഞിട്ടും നാടകം കളിക്കുന്നവൻ്റെ മനസ്സിൽ വൈശാഖിയുടെ പേരിൽ ഭാവിയിൽ ആകാൻ പോകുന്ന കോടിക്കണക്കിന് വസ്തുവകകളുടെ കണക്കെടുപ്പായിരുന്നു. എന്നാലും ആരായിരിക്കും ബാലു അവന്മാർ? പഴംപൊരി കഴിക്കുന്നതിൻ്റെ കൂടെ ചൂട് ചായ ഊതി കുടിക്കുന്നതിനിടയിലാണ് വൈശാഖി ആ ടോപ്പിക്ക് വീണ്ടും എടുത്തിട്ടത്. വേറെ ആര്? അവൻ്റെ ആൾക്കാർ തന്നെ ആയിരിക്കും, ആ ദീപകിൻ്റെ. അതിൽ യാതൊരു സംശയം ഇല്ലായിരുന്നു ബാലുവിന്. അതറിഞ്ഞതും പെണ്ണിൻ്റെ മുഖം പൊടുന്നനെ മങ്ങി. എൻ്റെ പൊന്നു കൊച്ചേ, അവനല്ല അവൻ്റെ അപ്പൂപ്പൻ വന്നാലും ഇവിടെ യാതൊരു പ്രശ്നവും. നീ കണ്ടോ ഇന്ന് റോഡിൽ നടന്ന എന്താന്ന്? ആ കിടക്കുന്നവന്മാർ ഒരുത്തം പോലും 6 മാസം കഴിയാതെ എഴുന്നേറ്റ് നടക്കാൻ പോണില്ല. പുട്ടിൻ്റെ കൂടെ കടലക്കറി ഒഴിച്ച് തട്ടുന്നതിനിടയിൽ ബാലു ഒരു ഇളിയോടെ പറഞ്ഞു. അടുത്തിരിക്കുന്നവളുടെ മുഖം മാറിയത് അയാൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. എന്നാലും ഇതിപ്പോൾ എത്രയാന്ന് വെച്ചാ ബാലു? എൻ്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞിട്ടും ഈ കാണിക്കുന്നത് ശരിയല്ലല്ലോ. ദീപകിൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും പെണ്ണ് വീണ്ടും തളർന്നു തുടങ്ങി. കുറേ നാളുകളായി സന്തോഷം മാത്രമുണ്ടായിരുന്ന മനസ്സ് പെട്ടെന്ന് തകർന്നു പോയതുപോലെ. അവൻ ശരിയല്ല കൊച്ചേ, അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? പുട്ടിലേക്ക് കറി ഒഴിച്ച് കൂട്ടി കുഴിക്കുന്നതിനിടയിൽ ഭാസ്കരൻ മറുപടി പറഞ്ഞു. ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ അറിഞ്ഞിട്ടാണോന്നാ എൻ്റെ ഇപ്പോഴത്തെ സംശയം. ഒടുവിൽ പെണ്ണിൻ്റെ ചിന്തകൾ കാട് കയറി. അതൊന്നും കാണില്ലായിരിക്കും കൊച്ചേ. അവർക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നേലേ അവരന്ന് തന്നെ ചെയ്തേനെ. ഇത്രയും നാളൊന്നും നോക്കിയിരിക്കുകയില്ല. അതുമാത്രമല്ല, നിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ചെറ്റത്തരം ചെയ്യില്ലെന്നാണ് എൻ്റെ ഇത്. ബാലുവിന് അത് ഉറപ്പായിരുന്നു. വൈശാഖിക്കും അത് ശരിയാണെന്നും തോന്നി. കാരണം ഇനി ഞങ്ങൾക്കിങ്ങനൊരു മകളില്ല എന്നും പറഞ്ഞാണ് തൻ്റെ അച്ഛനും അമ്മയും മംഗലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്ങനെയുള്ളവർ തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഇതുപോലത്തെ വൃത്തികെട്ട കളികൾ കളിക്കില്ലെന്ന് ഉറപ്പാണ്. ചൂട് ചായ മുഴുവനും ഊതി കുടിച്ചതിന് ശേഷം വൈശാഖി കാലി ഗ്ലാസ് തിരികെ മേശയുടെ മുകളിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ അതും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്തേലും ഇങ്ങനെ ഉണ്ടായാൽ അപ്പോൾ നമുക്ക് നോക്കാടി കൊച്ചേ. നീ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ നിനക്ക്? അവളുടെ കൈത്തുടയിൽ കരുതലോടെ 2 തട്ട് തട്ടി ബാലു. എന്തോ ആ വാക്കുകൾ പെണ്ണിൻ്റെ നെഞ്ചിലാണ് കൊണ്ടത്. അവൾ നന്ദിയോടെ
അയാളെ നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചു. ഇത് സാറിനോട് പറയണോ ബാലു? പെട്ടെന്നാണ് വൈശുവിന് ആ സംശയം തോന്നിയത്. പിന്നെ പറയണ്ടേ, അവനും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്. ബാലുവിനതിൽ എതിരഭിപ്രായം ഒന്നും ഇല്ലായിരുന്നു. ചോദിക്കോ ആവോ, ചോദിച്ചാൽ പറയാല്ലേ. ബോണ്ടയുടെ കൽപ്പനകൾ പൊടുന്നനെ ഓർമ്മയിലെത്തിയതും അവൾ ഒരു ഇളിയോളെ ബാലുവിനെ നോക്കി. എടി കൊച്ചേ, എൻ്റെ അമ്മ പറയുന്ന കേട്ട് തുള്ളിക്കളിച്ച് നടക്കുന്നതൊക്കെ കൊള്ളാം. അവൻ ഇങ്ങനൊക്കെ നടന്നാലും ഒരു പാവാടി. ഒത്തിരിയൊന്നും അവനെ അങ്ങ് തളർത്തല്ലേടി കുഞ്ഞാവേ. അതും പറഞ്ഞ് ബാലു പൊട്ടിച്ചിരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അവളും കൂടിയിരുന്നു. അങ്ങനെ കഴിപ്പും കുടിയും ഒക്കെ കഴിഞ്ഞ് ക്യാൻറ്റീനിലെ കാശും കൊടുത്തിറങ്ങിയപ്പോഴാണ് സിദ്ധാർത്ഥ് ക്യാമ്പസിലെ ഒരു സിമൻറ്റ് ബെഞ്ചിലിരിക്കുന്നത് അവരിരുവതും കണ്ടത്. അവർ രണ്ടുപേരും അവനെ കണ്ട് അങ്ങോട്ടേക്ക് നടന്നു. രാവിലെ എന്നെ ക്യാൻറ്റീനിലേക്കാണല്ലോ പോയത്, എന്തേ ഒന്നും കഴിച്ചിട്ടല്ലേ വന്നേ? ബാലുവിനെയും വൈശാഖി അവിടെ കണ്ടതും സിദ്ധാർത്ഥ് കുശലം ചോദിച്ചു. ഓ, എന്നാ പറയാനാടാ, നല്ല വിശപ്പ്. ഞാനും എൻ്റെ കൊച്ചും കൂടി അങ്ങ് കയറി. അവൻ്റെ അരികിലായി ബാലു ഇരുന്നു. വൈശാഖി അവൻ്റെ എതിരായിട്ട് കിടക്കുന്ന ബെഞ്ചിലും. ക്ലാസ്സിൽ കയറുന്നില്ലേ രണ്ടും? അവരെ ഇരുവരെയും നോക്കി ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. എങ്ങനെ കയറാനാ? ഞങ്ങൾ താമസിച്ചു വന്നുവെന്നും പറഞ്ഞ് എൻ്റെ മോൻ ഞങ്ങളെ ക്ലാസ്സിൽ നിന്നും ഗെറ്റൗട്ട് അടിച്ചില്ലേ? ബാലു പദം പറഞ്ഞു. അതുപൊളിയായി. ഇങ്ങനെ വേണം ഉത്തരവാദിത്തപ്പെട്ട ടീച്ചറായാൽ. മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്നുണ്ടല്ലോ. അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ക്ലാസ്സിന് വേണ്ടിയുള്ള ബെല്ല് മുഴങ്ങിയത്. എന്നാ ശരി, നിങ്ങൾ വിട്ടോ, സിദ്ധാർത്ഥ് ചിരിയോടെ പറഞ്ഞതും വൈശാഖിയും ബാലുവും തലകുലുക്കി സമ്മതത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നേരെ എതിരായി കാണുന്ന തങ്ങളുടെ ക്ലാസ്സിന് നേരെ നടന്നു. സിദ്ധാർത്ഥിൻ്റെ അടുത്തു നിന്നും പോകുന്ന അവരുടെ പോക്ക് കാണേണ്ടവന്നല്ല കൃത്യമായിട്ട് കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. പിന്നെ മറന്നുപോയി, ഇന്നാണ് കേട്ടോ ഇവിടുത്തെ ഹോളിയെ. അപ്പം ഈ എന്നെ കേൾക്കുന്നവരെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹോളി ആശംസകൾ കേട്ടോ. അപ്പം ബൈ ബൈ, അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ.